അവിട്ട നക്ഷത്രത്തിന്റെ അരഭാഗം മകരത്തിലും പിന്നെ അരഭാഗം കുംഭത്തിലുമാണ്. മകരൻ രാശിയിലുള്ളവർക്ക് ഏഴരശനിയൊക്കെ കഴിഞ്ഞു എങ്കിലും കുംഭൻ രാശിയിലുള്ളവർക്ക് ഏഴരശനി കഴിഞ്ഞിട്ടില്ല. ഈ കുംഭക്കൂറിലുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് ഇത്തിരി ദോഷങ്ങളുണ്ടാകും. മകരക്കൂറിലുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് വലിയ ദുരിതങ്ങളൊന്നുമില്ല. മുന്നോട്ട് പോകാനായിട്ട് അവരുടെ ഏഴരശനിയൊക്കെ കഴിഞ്ഞു. പക്ഷെ ഇവരും വാക്കിനെ വളരെ ശ്രദ്ധിക്കുക. നടന്നു പോകുമ്പോൾ പോലും തട്ടിട വീഴാതെയൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. രാഹു കൂടെയുള്ളത് കൊണ്ട് സ്കിന്നിലെ രോഗങ്ങളെ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. 7ാം ഭാവം കേതുവാണ്. 7ാം ഭാവത്തിൽ കേതു വരുമ്പോൾ ഭർത്താവിന്റെ ഭാവമാണ് നമുക്ക് കേതു. അപ്പൊ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള വഴക്കുകൾ അതൊന്നും ഉണ്ടാവാതെ നമുക്ക് ശ്രദ്ധിക്കണം. വ്യാഴം നിങ്ങൾക്ക് 5ലുണ്ട്. അപ്പോൾ വിളിച്ചാൽ ഈശ്വരൻ വരുന്നുണ്ടെന്ന് അവിടെ. ആരെയാണ് ആരാധിക്കുന്നതെങ്കിലും അവര് ആ സമയത്ത് നമുക്ക് വരും. വേണ്ടത് തോന്നിക്കാനും ഒക്കെ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. ശിവനെയാണ് ഇവിടെ നന്നായിട്ട് ഭജിക്കേണ്ടത്. വാക്കുകൾ വളരെ കൃത്യമായിട്ടുണ്ടാവണം. രോഗാവസ്ഥകൾ മറ്റുള്ളതൊക്കെ ഉണ്ടെങ്കിൽ രുദ്രാഭിഷേകം കൊടുക്കുക. വ്യാഴത്തിന് പറ്റത്തക്ക വഴിപാട് ചെയ്യുക. നവഗ്രഹങ്ങൾക്ക് ഗ്രഹപൂജ ചെയ്യുക. ഇതാണ് അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുംഭക്കൂറിലുള്ളവർ ചെയ്യേണ്ടത്. മകരക്കൂറിലുള്ളവർക്ക് വലിയ പ്രതിസന്ധിയൊന്നുമില്ല. അവർക്ക് ഏറ്റവും നല്ലൊരു രാശിയാണ്. ശിവനെ പ്രാർത്ഥിക്കുക. വ്യാഴത്തേക്ക് പ്രാർത്ഥിച്ചാൽ അവരെ വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.